നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധാനന്തരം ഗാസയിൽ സൈനികവൽക്കരണം നടപ്പിലാക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീനെ അധികാരത്തിലേക്ക് മടങ്ങി വരാൻ തങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സഖ്യകക്ഷികൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ പോലും പലസ്തീന്റെ തിരിച്ചുവരവ് തങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് തന്നെയാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. മാത്രമല്ല, ഗാസയെ നിയന്ത്രിക്കില്ല എന്നും ഗാസ മുനമ്പിന്റെ സുരക്ഷ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കായിരിക്കും എന്നുകൂടി നെതന്യാഹു പറയുന്നുണ്ട്. സാധാരണക്കാരുടെയും സൈനികരുടെയും ഒക്കെ മഹത്തായ ജീവത്യാഗത്തിന് ശേഷം തീവ്രവാദം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികളെ വളർത്തുന്ന, തീവ്രവാദത്തിന് ഫണ്ടിങ് നൽകുന്ന ആളുകളെ ഗാസയിൽ പ്രവേശിപ്പിക്കാൻ താൻ അനുവദിക്കില്ല എന്നുകൂടി നെതന്യാഹു പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇസ്രായേലിനെ വെറുക്കണം അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാത്ത ഒരു സിവിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് തന്റെ ലക്ഷ്യം എന്നുകൂടി നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ പലസ്തീൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഇടപെടൽ ഉണ്ടാവണമെന്ന്. അങ്ങനെ പല രാജ്യങ്ങളും ഈ യുദ്ധം ഒരു അവസാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള സജീവ ശ്രമങ്ങളുമായി രംഗത്തുണ്ട്, പ്രത്യേകിച്ചും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഈ ഹമാസിനെ നാമാവശേഷമാക്കുന്നത് വരെ തങ്ങൾ യുദ്ധം തുടരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഖത്തറിലുണ്ടായിരുന്ന ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ താവളം വിട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ സമ്പൂർണ്ണമായും തങ്ങൾ സൈനിക വൽക്കരണം നടപ്പിലാക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.